ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ദോശമാവ് തികയാതെ വന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇതിൽ കാണിക്കുന്നത്. മാത്രമല്ല, ദോശമാവ് അധികം പുളിച്ചു പോയാലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞാൻ 1 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവയും കൂടി എടുക്കണം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കാം. നൈസായിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അല്ല, പുട്ടുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി അതുപോലെ തന്നെ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് തരിയുള്ള അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും റവ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ മതി. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ദോശമാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. റവയൊക്കെ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയായ കാരണം കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ദോശമാവിൻ്റെ പരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഉപ്പ് നമ്മൾ നേരത്തെ ദോശമാവിൽ ചേർത്തതാണ്. പോരാൻ തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 രീതിയിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാതെയാണ് കാണിച്ചിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും ഈ ദോശമാവിൻ്റെ പുളിപ്പ് മാറി കിട്ടും. ദോശമാവിന് അത്യാവശ്യം പുളിയുള്ള ദോശമാവാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് പുളിയില്ലാതെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഈ ഒരു ദോശ കാണിച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഇതുപോലെ ഹോൾസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ 2 സൈഡും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു ടിപ്പ് എന്ന് വെച്ചാൽ, പുളിച്ച ദോശമാവിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ദോശ ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പുളിപ്പ് നമുക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ നേരിട്ടാണ് ചേർക്കുന്നത്. അതല്ലാതെ നമുക്ക് സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയും ചേർക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും അതുപോലെ തേങ്ങ ചെറിയതൊക്കെ ചേർക്കാം. അതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പുളിപ്പ് നമുക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല. ഞാനിപ്പോൾ അതേ ദോശമാവിലേക്ക് തന്നെയാണ് ഈ സവാളയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ടിപ്പിലൂടെ നമുക്ക് ദോശമാവിലുള്ള പുളി മാറ്റാൻ പറ്റും. മാത്രമല്ല, കുറച്ച് ദോശമാവിൽ നിന്ന് തന്നെ ഒരുപാട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ടിപ്പും ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്